എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ അടുക്കളയിലെയും വീട്ടിലെയും സാധനങ്ങൾ മാത്രം ഉപയോഗിച്ച് പ്രമേഹത്തെ പൂർണ്ണമായി നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ചില ഒറ്റമൂലികളെയും അവയുടെ ഉപയോഗ രീതിയും നോക്കാം. കറുവപ്പട്ട 1/4 ടീസ്പൂൺ കറുവപ്പട്ട പൊടിച്ചത് 1 കപ്പ് വെള്ളത്തിലിട്ട് നന്നായി തിളപ്പിച്ച് ചായ പോലെ രാവിലെ വെറും വയറ്റിൽ കുടിക്കുക. കറുവപ്പട്ട ശരീരത്തിലെ കോശങ്ങളുടെ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി വർദ്ധിപ്പിക്കുന്നു. ഇതുവഴി രക്തത്തിലുള്ള ഗ്ലൂക്കോസിനെ ഊർജ്ജമാക്കി മാറ്റാൻ കോശങ്ങൾക്ക് എളുപ്പത്തിൽ സാധിക്കുന്നു. എന്നാൽ ഇത് ദിവസവും 1/4 ടീസ്പൂണിൽ കൂടുതൽ ദീർഘകാലം ഉപയോഗിക്കുന്നത് കരളിന് ദോഷം ചെയ്തേക്കാം. കറിവേപ്പില 10-15 ഫ്രഷ് കറിവേപ്പില അല്പം വെള്ളം ചേർത്ത് നന്നായി അരിച്ചെടുക്കുക. ഈ ജ്യൂസ് ദിവസവും രാവിലെ വെറും വയറ്റിൽ കുടിക്കുക. കറിവേപ്പിലയിലെ ആന്റി ഓക്സിഡന്റുകൾ പാൻക്രിയാസിലെ ബീറ്റ കോശങ്ങളെ സംരക്ഷിക്കുകയും ഇൻസുലിൻ ഉൽപ്പാദനം കൃത്യമാക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. എന്നാൽ വൃത്തിയായി കഴുകാത്ത ഇലകൾ ഉപയോഗിച്ചാൽ വയറിന് അസ്വസ്ഥത ഉണ്ടായേക്കാം. കീടനാശിനികൾ ഇല്ലെന്ന് ഉറപ്പുവരുത്തിയ ഇലകൾ മാത്രം ഉപയോഗിക്കുക. പച്ചമഞ്ഞളും കുരുമുളകും ഒരു ചെറിയ കഷ്ണം പച്ചമഞ്ഞൾ ചതച്ച് നീരെടുക്കുക. ഈ നീരിൽ ഒരു നുള്ളു കുരുമുളക് പൊടി ചേർത്ത് രാവിലെ ഇളം ചൂട് വെള്ളത്തിൽ കലക്കി കുടിക്കുക. മഞ്ഞളിൽ അടങ്ങിയിട്ടുള്ള കുർക്കുമിൻ ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കുകയും കുരുമുളകിലെ പെപ്പറിൻ മഞ്ഞളിനെ ആഗിരണം ചെയ്യാൻ സഹായിക്കുകയും ചെയ്യും. എന്നാൽ അമിതമായാൽ വയറിൽ ചൂടും നെഞ്ചരിച്ചിലും ഉണ്ടാകാൻ കാരണമായേക്കാം. നെല്ലിക്ക നീര് ദിവസവും രാവിലെ വെറും വയറ്റിൽ 2 ടീസ്പൂൺ ഫ്രഷ് നെല്ലിക്ക നീര് തുല്യ അളവ് വെള്ളം ചേർത്ത് കുടിക്കുക. നെല്ലിക്കയിലെ ഘടകങ്ങൾ പാൻക്രിയാസിനെ ഉത്തേജിപ്പിക്കുകയും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് സ്ഥിരമായി നിലനിർത്താൻ സഹായിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇതിന് കഠിനമായ തണുപ്പ് സ്വഭാവമുള്ളതിനാൽ സൈനസ് അല്ലെങ്കിൽ കഫക്കെട്ട് പ്രശ്നമുള്ളവർ രാത്രി സമയങ്ങളിൽ ഉപയോഗിക്കരുത്. വെളുത്തുള്ളി രാവിലെ വെറും വയറ്റിൽ ഒരല്ല് വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞ് 10 മിനിറ്റ് വെക്കുക. അതിനുശേഷം 1 ഗ്ലാസ് വെള്ളത്തോടൊപ്പം ചവച്ചരച്ച് കഴിക്കുക. വെളുത്തുള്ളിയിലെ അലിസിൻ എന്ന ഘടകം ലിവറിലെ ഇൻസുലിൻ നിർജ്ജീവമാക്കപ്പെടുന്ന പ്രക്രിയ തടയുന്നു. ഇതുവഴി ശരീരത്തിലെ ഇൻസുലിൻ ലഭ്യത വർദ്ധിപ്പിക്കുന്നു. എന്നാൽ അൾസർ ഉള്ളവരും ലോ BP ഉള്ളവരും വെളുത്തുള്ളി അമിതമായി ഉപയോഗിക്കരുത്. ജീരകവെള്ളം 1 ടീസ്പൂൺ ചെറിയ ജീരകം നന്നായി വറുത്ത് പൊടിക്കുക. ഇത് ഇളം ചൂട് വെള്ളത്തിൽ കലക്കി രാവിലെ വെറും വയറ്റിൽ കുടിക്കാം. എന്നാൽ വറുക്കാതെ അമിതമായി ജീരകം കഴിച്ചാൽ ചിലരിൽ അസിഡിറ്റിയും വയറിൽ നീറ്റലും ഉണ്ടായേക്കാം. മല്ലിവെള്ളം 1 ടേബിൾ സ്പൂൺ മല്ലി 1 കപ്പ് വെള്ളത്തിൽ രാത്രി മുഴുവൻ കുതിർക്കുക. രാവിലെ ഈ വെള്ളം നന്നായി തിളപ്പിച്ച് പകുതിയാക്കി അരിച്ചു കുടിക്കുക. മല്ലിയിലെ സജീവ ഘടകങ്ങൾ പാൻക്രിയാസ് കോശങ്ങളെ ഉത്തേജിപ്പിച്ച് ഇൻസുലിൻ ഉൽപ്പാദനം കൂട്ടാൻ സഹായിക്കും. എന്നാൽ കിഡ്നി സംബന്ധമായ കഠിനമായ അസുഖങ്ങളുള്ളവർ നിർദ്ദേശപ്രകാരം മാത്രം ഉപയോഗിക്കുക. കരിഞ്ജീരകം 1 നുള്ളു കരിഞ്ജീരകം 1 ഗ്ലാസ് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് ആ വെള്ളം രാവിലെ വെറും വയറ്റിൽ കുടിക്കുക. കരിഞ്ജീരകത്തിലെ ഘടകങ്ങൾ കോശങ്ങളുടെ ഗ്ലൂക്കോൺ ആഗിരണം മെച്ചപ്പെടുത്തുകയും ഫാസ്റ്റിംഗ് ഷുഗർ കുറയ്ക്കുകയും ചെയ്യുന്നു. എന്നാൽ ഗർഭിണികൾ കരിഞ്ജീരകം പൂർണ്ണമായും ഒഴിവാക്കണം. ബാർലി വെള്ളം ബാർലി നന്നായി തിളപ്പിച്ച് വെള്ളം ആറിയ ശേഷം പകൽ സമയങ്ങളിൽ കുടിവെള്ളത്തിന് പകരമായി ഉപയോഗിക്കാം. ബാർലിയിലുള്ള ബീറ്റ ഗ്ലൂക്കൺ എന്ന ലയിക്കുന്ന നാരുകൾ ഭക്ഷണത്തിന് ശേഷം രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് ഉയരുന്നത് തടയുന്നു. എന്നാൽ ഗ്ലൂട്ടൻ അലർജി ഉള്ളവർ ബാർലി വെള്ളം പൂർണ്ണമായും ഒഴിവാക്കണം. 1 ഗ്ലാസ് കട്ടി കുറഞ്ഞ മോരിൽ 1/2 ടീസ്പൂൺ വറുത്ത ജീരകപ്പൊടി ചേർത്ത് ഉച്ചഭക്ഷണത്തിന് ശേഷം കുടിക്കുക. മോരിലെ പ്രോബയോട്ടിക്സും ജീരകത്തിലെ സജീവ ഘടകങ്ങളും ചേർന്ന് ശരീരത്തിലെ മെറ്റബോളിക് പ്രവർത്തനങ്ങളെ സുഗമമാക്കുകയും ഇൻസുലിൻ പ്രതിരോധം കുറയ്ക്കുകയും ചെയ്യുന്നു. എന്നാൽ പുളിച്ച തൈര് ഒഴിവാക്കുക. കഫക്കെട്ടുള്ളവർ രാത്രി സമയങ്ങളിൽ മോര് കുടിക്കരുത്.